പ്രിയമുള്ളവരെ, വചനജ്വാല 1058 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ 24 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മള് ഇന്നത്തെ വചന വായനയിൽ 1 മക്കബായരുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. യൂദാസ് മക്കബെയൂസ്. മത്താത്യാസിന്റെ പുത്രൻ മക്കേബുയൂസ് എന്ന യൂദാസ് നേതൃത്വമേറ്റെടുത്തു. സഹോദരന്മാരും പിതാവിന്റെ പക്ഷം ചേർന്ന് നിന്നവരും അവനെ സഹായിച്ചു. അവൻ ഉത്സാഹത്തോടെ ഇസ്രായേലിനു വേണ്ടി പോരാടി. അവൻ സ്വജനത്തിന്റെ കീർത്തി പരത്തി. മല്ലനെ പോലെ മാർക്കവചം ധരിച്ചു. ആയുധമേന്തി അവൻ യുദ്ധം ചെയ്തു. വാൾ കൊണ്ട് സൈന്യത്തിന് സംരക്ഷണം നൽകി. പ്രവർത്തനങ്ങളിൽ അവൻ സിംഹത്തെ പോലെയായിരുന്നു. ഇരയ്ക്കായി അലരുന്ന ഒരു സിംഹക്കുട്ടിയെ പോലെ. അധർമ്മികളെ അവൻ തെരഞ്ഞു പിടിച്ച് ജനദ്രോഹികളെ അഗ്നിക്കിരയാക്കി. ദുർമാർഗികൾ ഭയന്ന് വിറച്ച് പിന്മാറി. ദുർവൃത്തർ പരിഭ്രാന്തരായി. അവന്റെ കീഴിൽ വിമോചനത്തിന്റെ മാർഗം തെളിഞ്ഞു. പല രാജാക്കന്മാരെയും അവൻ പ്രകോപിപ്പിച്ചു. എന്നാൽ യാക്കോബ് തന്റെ പ്രവൃത്തികളിൽ സന്തുഷ്ടനായി. അവന്റെ സ്മരണ എന്നെന്നും അനുഗ്രഹീതമാണ്. യൂദയായിലെ നഗരങ്ങളിലൂടെ അവൻ ചുറ്റി സഞ്ചരിച്ചു. ദൈവനിഷേധകരെ ഉന്മൂലനം ചെയ്തു. ഇസ്രായേലിൽ നിന്ന് കോപം അകറ്റി. ഭൂമിയുടെ അതിർത്തികൾ വരെ അവന്റെ കീർത്തി വ്യാപിച്ചു. നശിച്ചുകൊണ്ടിരുന്നവരെ അവൻ ഒരുമിച്ചു കൂട്ടി. യൂദാസിന്റെ ആദ്യ വിജയം. അപ്പോളോണിയസ് വിജാതീയരെയും സമരയായിൽ നിന്ന് വലിയൊരു സൈന്യത്തെയും ശേഖരിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധത്തിനൊരുങ്ങി. ഇതറിഞ്ഞ യൂദാസ് അവനെതിരെ ചെന്ന് അവനെ തോൽപ്പിച്ച് വധിച്ചു. വളരെ പേർ മുറിവേറ്റ് വീണു. ശേഷിച്ചവർ പലായനം ചെയ്തു. എതിരാളികളെ അവർ കൊള്ളയടിച്ചു. അപ്പോളോണിയസിന്റെ വാൾ യൂദാസ് കൈക്കലാക്കി. മരണം വരെ അത് യുദ്ധത്തിനുപയോഗിച്ചു. വിശ്വസ്തരും യുദ്ധസന്നരുമായ അനുയായികളുടെ ഒരു വലിയ സൈന്യത്തെ യൂദാസ് ശേഖരിച്ചിരിക്കുന്നു എന്ന് കേട്ട് സിറിയ സൈന്യത്തിന്റെ അധിപനായ സൊറോൻ പറഞ്ഞു, ഞാൻ ഈ രാജ്യത്ത് പേരും പെരുമയും നേടും. രാജകൽപ്പന അവഹേളിക്കുന്ന യൂദാസിനും കൂട്ടർക്കുമെതിരെ ഞാൻ പൊരുതും. ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്നതിൽ അവനെ സഹായിക്കാൻ ദൈവനിഷേധകരുടെ ഒരു പ്രബല സൈന്യം അവനോടൊപ്പം പുറപ്പെട്ടു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് നാം ആഗോള കത്തോലിക്ക സഭയിൽ രക്തസാക്ഷിയും കന്യകയുമായ വിശുദ്ധ ക്രിസ്റ്റീനായെ അനുസ്മരിക്കുന്ന ദിവസമാണ്. കടുത്ത വിജാതീയ കുടുംബത്തിൽ ജനനം. പിതാവിന് ധാരാളം സ്വർണ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അവ പലതും ക്രിസ്റ്റീന ഇടിച്ചു പൊടിച്ച് ദരിദ്രർക്ക് ദാനം ചെയ്തു. കോപിഷ്ഠനായ പിതാവ് അവളെ ഒരുപാട് മർദ്ദിച്ചു. പിന്നെ ജയിലിലടച്ചു. ക്രിസ്റ്റീനായുടെ മാംസം കൊളുത്തുകൊണ്ട് കീറി വലിച്ചും ക്രിസ്റ്റീനായുടെ വിശ്വാസം അചഞ്ചലമായി തന്നെ നിലനിന്നു. പീഡന യന്ത്രത്തിൽ കിടത്തി അടിയിൽ തീ വെച്ചു. തീജ്വാലകൾ
മർദ്ദകർക്ക് നേരെ തിരിഞ്ഞപ്പോൾ അവർ മർദ്ദനം നിർത്തി. പിന്നെ കഴുത്തിൽ വലിയ ഒരു കല്ല് കെട്ടി തടാകത്തിലെറിഞ്ഞു. ഒരു മാലാഖ അവളെ രക്ഷിച്ചു. പിതാവ് വൈരാഗ്യത്തോടെ മരിച്ചു. പിതാവിന്റെ മരണശേഷം വീണ്ടും ഒരു തീച്ചൂളയിലിട്ടു. 5 ദിവസം കഴിച്ചുകൂട്ടി. പിന്നീട് ഒരു സർപ്പക്കാട്ടിലിട്ടു. നാവ് മുറിച്ച് ദേഹം കുന്തം കൊണ്ട് കുത്തി കൊന്നുകളയാണ് ഉണ്ടായത്. വിശ്വാസം സംരക്ഷിക്കാൻ പിതാവിനെ കൊല്ലപ്പെട്ട വിശുദ്ധ ക്രിസ്തീനായുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ലൊരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു.